نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في يمد ممددة. بسم الله الرحمن الرحيم. كلا كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. بسم الله الرحمن الرحيم. لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي يطعمهم من جوع وآمنهم من خوف. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانهر. بسم الله الرحمن الرحيم. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. നിങ്ങൾക്ക് പറയാൻ പറ്റിയ ആൾക്കാരെല്ലാം അവിടെ ഉണ്ട്. നമ്മളിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്ന അങ്ങോട്ടേക്കാണ് പോണത്. വലിയ പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളി ഇന്ന് അന്നദാന വിതരണമാണ്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് പോയി നോക്കാം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് പ്രഭാഷണം, ഇസ്ലാമികമായിട്ടുള്ള പ്രഭാഷണം, അതുപോലെ ദുആ സമ്മേളനം, എല്ലാം പള്ളിൻ്റെ അകത്ത് നടന്നിരുന്നു ഇന്നലൊക്കെ. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് സമാപന ദിവസമാണ് ഇന്ന്. ഭക്ഷണ വിതരണമാണ്. ഒക്കെ പൊതിഞ്ഞ് വെച്ചിരിക്കാൻ ചോറ്. ഇത് എത്ര മണിക്കാണ് കൊടുക്കേ? സ്റ്റാർട്ടിങ് 9 മണിക്കല്ലേ? 8 മണിയല്ലേ? ആ ഇതൊക്കെ നെയ്ച്ചോറ് പാക്കാക്കി വെച്ചിരിക്കുകയാണ്. എവിടെ? ആ റൂമില്ല. രാജ് സ്വച്ഛ ഭക്ഷണമാണ്, നെയ്ച്ചോറാണ് സുഹൃത്തുക്കളെ. ഇതാണ്
ചോറ് തുറന്നിട്ട് അസ്സലാമു അലൈക്കും ഉസ്താദേ. ഞങ്ങളെ യൂട്യൂബ് ചാനലിൽ കേൾക്കണതാണ്. ഉസ്താദ് എത്ര മണിക്ക് ദുആ കഴിഞ്ഞാൽ കൊടുക്കും അല്ലേ? എത്ര മണിക്ക്? ഇവിടെ ഒരു 9 മണിയാണ് സമയം പറയുന്നത്. കൂട്ട കഴിഞ്ഞാലേ ഭക്ഷണ വിതരണം. ഉസ്താദിന്റെ പേരെന്താണ്? അബൂബക്കർ. അബൂബക്കർ. പിന്നെ അറിയാം. എന്തായാലും സാർ ദുആ ചെയ്യട്ടാ. റാഹത്തിലാക്കട്ടെ. അസ്സലാമു അലൈക്കും. നമ്മളങ്ങനെ പൊന്നാനിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ആണ്ട് നേർച്ച ബഹുമാനപ്പെട്ട ഷേഖ് ഹുസൈനുദ്ദീൻ മോദൂദ് തങ്ങളുടെ പേരിൽ തന്നെ നടത്തപ്പെടുമ്പോൾ തന്നെ ഖുർആൻ പാരായണം, പ്രഭാഷണം, ഇങ്ങനെയുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങൾ, ആനമയിലൊട്ടകം ആ പരിപാടിയൊന്നുമില്ല. ആന ചവിട്ടി അവിടെ ആൾ മരിച്ച് അങ്ങനത്തെ മരിച്ച് ആ പരിപാടിയൊന്നുമില്ല. ഇതാണ് ദീനിയായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക, പഠിപ്പിച്ച് കൊടുക്കുക. അതാണ് പൊന്നാനി നടക്കുന്നത് എത്രയോ വർഷങ്ങളായിട്ട്. അവസാനം സമാപനമായിട്ടാണ് ഈ അന്നദാന വിതരണം. കണ്ടില്ലേ, ഒരുപാട് യുവാക്കളൊക്കെ ഇതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇതിന് സാമ്പത്തികമായിട്ട് സഹായിച്ചവരുണ്ട്, ഇതിൻ്റെ കമ്മിറ്റിക്കാരുണ്ട്, ഇതിന് ഒരുപാട് ആളുകളുണ്ട്, ഒരു കൂട്ടായ്മ പോലെയൊക്കെ. അപ്പോൾ അവർക്കൊക്കെ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ, ബിസിനസ്സിൽ വർക്കത്ത് ചെയ്യട്ടെ. ശാരീരികമായിട്ട് അധ്വാനിച്ചവർക്ക് അതിനൊക്കെ പ്രതിഫലം എല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും ഒപ്പം നമ്മൾക്കും അല്ലാഹു തആല നൽകട്ടെ. അത്രേ പറയാനുള്ളൂ. മനസ്സിലായി? ഇതിനപ്പുറം വേറൊന്നും പറയാനില്ല. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പടത്ത് വെച്ചിട്ട് ഒരുപാട് നീർച്ചക്കൊക്കെ ആന ചവിട്ടി ആൾ മരിച്ച് അവിടെ ഇവിടെ പല സ്ഥലത്തുമായിട്ട്. അപ്പോൾ എന്തിനാണ് ഇതിനൊക്കെ നിൽക്കുന്നത്? കമ്മിറ്റിക്കാരെ ഉടായ്പൊക്കെ നിർത്തിക്കൂടെ? നിങ്ങൾ ആണ്ട് നീർച്ച നടത്തുകയാണെങ്കിൽ ഇങ്ങനെ അറിവ് പകർന്നു കൊടുത്തിട്ടും പ്രഭാഷണം വെച്ചിട്ടും ഇങ്ങനെ ലളിതമായിട്ടൊക്കെ നടത്തിയാൽ പോലെ. ആനൊക്കെ കൊടുങ്ങാണ്ട് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ. അതുകൊണ്ട് ഇനിയെങ്കിലും നിർത്ത് പായേ. ഇവിടെ പൊന്നാനിൽ ചെറിയ മക്ക എന്നറിയപ്പെടുമ്പോഴും ആ പരിപാടിയൊന്നുമില്ല. എല്ലാം ദീനിപരമായിട്ടാണ് നടക്കുക. മനസ്സിലായോ?
ഇതൊക്കെ ഈ കാണുന്നതൊക്കെ ഭക്ഷണങ്ങളാണ്. കണ്ടില്ലേ? ഭക്ഷണം നെയ്ച്ചോറ് കണ്ടില്ലേ? ഒക്കെ ഫുഡ് അത്രയും സാധനങ്ങളാണ്, മനസ്സിലായില്ലേ? ഇവിടെ കാർഡൊന്നും വേണ്ട, ലൈൻ നിന്നാൽ മതി. ലൈൻ നിന്നിട്ട് വാങ്ങിക്കോളെ. ഒരുപാട് പൊന്നാൻ്റെ പുറത്തുനിന്നും ആളുകളൊക്കെ വരുന്നുണ്ട്. അല്ലേ? വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതാണ് പറയുന്നത്. ഇവിടെ അതൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ദീൻ പറഞ്ഞു കൊടുക്കുക, പ്രഭാഷണം, അതൊക്കെ കഴിഞ്ഞിട്ട് അന്നദാനം ഇതാണ്. അല്ലാതെ ആനമയിലൊട്ടകം ആനെ കൊടുന്ന് അവിടെ ചവിട്ടി ഇവിടെ ഒന്നും പൊന്നാനി ഇല്ലട്ടാ. പൊന്നാനിക്കാർക്ക് അറിയാം, അല്ലാത്ത ആളുകളോടെ പറയുന്നത്. ഇവിടെ ആ പരിപാടിയൊന്നുമില്ല. മഹാനവറുകളുടെ ആണ്ട് നേർച്ച നടത്തുമ്പോൾ പ്രഭാഷണം ഉണ്ടാവും, ഖുർആൻ പാരായണം ഉണ്ടാവും, ദിക്റാൽക്ക ഉണ്ടാവും, ദീനിയായിട്ടുള്ള കാര്യങ്ങൾ. സമാപന ദിവസം എന്താണ്? അന്നദാനം. ഇതിൽ ഒരുപാട് ആളുകൾ, ഇതിൻ്റെ യുവാക്കൾ ഒരു പ്രതിഫലം ഇല്ലാതെ ഇതിന് നിൽക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ കമ്മിറ്റിക്കാർ, നടത്തിപ്പുകാർ, പിന്നെ സാമ്പത്തികമായിട്ട് സഹായിച്ചവർ, ശാരീരികമായിട്ട് സഹായിച്ചവർ, അവർക്കൊക്കെ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഒപ്പം നമ്മൾക്ക് നൽകട്ടെ. നമ്മൾ ഇബാദത്തൊക്കെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അപ്പോൾ ഇത് അങ്ങനെയാണ്. പൊന്നാനെ സംബന്ധിച്ചിട്ട് അവിടെ ആനെ കൊടുന്ന് ആനമയിലൊട്ടകം, ഡാൻസ്, കച്ചവടം, പൂരപ്പറമ്പ് ആക്കണ പരിപാടിയില്ല. ഈ വർഷം തന്നെ എത്ര ആൾക്കാർ മരിച്ച് ആന ചവിട്ടിയിട്ട്. അപ്പോൾ ഇത് മുൻകൂട്ടി കണ്ടിട്ടാണ് പൊന്നാനി മക്ക, ചെറിയ മക്ക, ആ പരിപാടിയൊന്നും ഇവിടെ ഇല്ല എന്ന് ഉള്ളത്. അതുകൊണ്ട് ഇതിനു വേണ്ടി പ്രവർത്തിച്ച കമ്മിറ്റിയുള്ള ആൾക്കാരുണ്ട്, നാട്ടുകാരുണ്ട്, സാമ്പത്തികമായിട്ട് കൊടുത്തവരുണ്ട്, ഇതിന് ഒരു പ്രതിഫലം ഇല്ലാതെ ഇതിനൊക്കെ നിന്നവരുണ്ട്. അപ്പോൾ അല്ലാഹു തആല അവർക്കൊക്കെ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ബിസിനസ്സുകാരാണെങ്കിൽ അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാം നമ്മളെപ്പോലെ സാധാരണക്കാരാണെങ്കിൽ അല്ലാഹു തആല ദുനിയാവും ആഖിറൊക്കെ നല്ലതിൽ ആക്കിത്തരാം. അത്രേ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് പൊന്നാനിൽ ആ പരിപാടിയൊന്നുമില്ല. ഇതാണ് ലളിതമാണൊക്കെ. അപ്പോൾ ഇനി ഇപ്പോൾ എല്ലാ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഞാൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.